നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തുക എന്നത് വളരെ പരിചിതമായിട്ടുള്ള ഒരു ശൈലിയാണല്ലോ. അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷാ ശൈലിയെങ്കിലും അത് പലപ്പോഴും ജാതീയമായിട്ട് താഴ്ത്തിക്കെട്ടാനോ സാമ്പത്തികമായിട്ടുള്ള മേൽക്കൈ സ്ഥാപിച്ച് അപമാനിക്കാനോ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറ്. കാഴ്ചക്ക് ഭംഗിയില്ലാത്ത, എല്ലാവരും വെറുക്കുന്ന, ചോരകുടിയന്മാരായിട്ടുള്ള ഒരു അട്ടയെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. എന്നാൽ ഒരു കാലത്ത് ലോകത്തിലെ പല ആശുപത്രികളിലെയും ഏറ്റവും വിലപ്പെട്ട ജീവിയായിരുന്നു അട്ട. ചികിത്സാ ചെലവിൻ്റെ മോശമല്ലാത്തൊരു പങ്ക് ചിലവാക്കേണ്ടി വന്നത് ഈ അട്ടകൾക്ക് വേണ്ടിയായിരുന്നു. മരുന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് ആശുപത്രികളിൽ കാണുന്ന വലിയ ഫാർമസി സ്റ്റോറുകൾ പോലെ യൂറോപ്പിലെ ഒരുവിധം എല്ലാ ആശുപത്രികളിലും അട്ടകളെ ശേഖരിച്ചു വെക്കാനുള്ള വലിയ ജലഭരണികൾ, അക്വേറിയങ്ങൾ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് വർഷം ഈ അട്ടക്കച്ചവടങ്ങൾ, അട്ടത്തർക്കങ്ങൾ, അവക്കുള്ള ഇറക്കുമതി കയറ്റുമതി നിയമങ്ങൾ, മത്സരങ്ങൾ ഒക്കെ കൂടിക്കുഴഞ്ഞതായിരുന്നു യൂറോപ്പിൻ്റെ ചരിത്രം. അട്ട അത്ര നിസ്സാര ജീവിയല്ല. സ്വാഗതം അട്ടകളുടെ സംഭവബഹുലമായിട്ടുള്ള ചരിത്രത്തിലേക്കും അവയുടെ ജീവിതത്തിലേക്കും. എന്തായാലും പലർക്കും അറപ്പും വെറുപ്പും അവജ്ഞയും ഒക്കെയുള്ള ജീവി തന്നെയാണ് എല്ലാ കാലത്തും അട്ടകൾ. നമ്മുടെ പഴഞ്ചൊല്ലുകളിലും ധാരാളമായിട്ട് അട്ടകൾ കടന്നു വരുന്നത് കാണാം. അട്ടക്ക് പൊട്ടക്കുളം, അട്ടയുടെ മുഖത്തുപ്പിട്ടതുപോലെ, അട്ട പിടിച്ചതുപോലെ ഉള്ള ധാരാളം ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. ഇതിലൊക്കെയും നിറഞ്ഞിരിക്കുന്നത് ഈ ജീവിയോടുള്ള അവജ്ഞ മാത്രമാണ്. നമ്മുടെ ചതുപ്പുകളിലും കുളങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഒരു കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നതാണ് കുളയട്ടകളും നൂലട്ടകളും ഒക്കെ. പോത്തട്ട, തോട്ടട്ട, നൂലട്ട എന്നിങ്ങനെ പ്രാദേശികമായിട്ട് ഈ അട്ടകൾക്ക് പല പേരുകളും ഉണ്ടായിരുന്നു. വെള്ളവുമായിട്ട് എപ്പോഴും സമ്പർക്കത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ജലൗക എന്നാണ് സംസ്കൃതത്തിലുള്ള പേര്. സുശ്രുതൻ്റെ കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ രക്തം ഒഴുക്കിക്കളയുന്ന ഒരു ചികിത്സയുണ്ട്, രക്തമോക്ഷം എന്ന് പറയുന്നത്. അതിൽ അട്ടകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനതുകൊണ്ട് ജലൂകാവചരണം എന്നായിരുന്നു പേര്. അട്ടക്കുളങ്ങരയും അട്ടയാറും ഒക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലനാമങ്ങളും കൂടിയാണ്. സാധാരണ ഒരു അട്ടയെ കണ്ടാൽ സാധാരണ ഒരു പുഴുവാണെന്നൊക്കെയേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അവ ചോര കുടിച്ച് വീർക്കുന്നതോട് കൂടിയിട്ട് അവയുടെ വിശ്വരൂപം പുറത്താകുകയാണ്. അവ ഇത്രയധികം വലുതാകുമോ എന്ന് പോലും നമ്മൾ അമ്പരന്നു പോകും. വെറും സാത്വിക ജീവികളായിട്ടുള്ള മണ്ണുണ്ണികളായിട്ടുള്ള മണ്ണിരകളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവരും. അതായത് അനിലിഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് അട്ടകൾ ഉൾപ്പെടുക. എന്നാൽ മണ്ണിരകളെ പോലെയേ അല്ല ഇവരുടെ പരാത ജീവിതം. നമ്മളെപ്പോലെയുള്ള കശേരുകികളായിട്ടുള്ള വെർട്ടിബ്രേറ്റ്സുകളുടെ രക്തത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, അത് മാത്രം കുടിച്ച് ജീവിക്കുന്ന രക്തദാഹികളായിട്ടുള്ള രക്തരക്ഷസുകളാണ് അട്ടകൾ. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പാടത്തും വരമ്പത്തും കാട്ടിലും മേട്ടിലും ഒക്കെ നടന്ന് തളർന്ന് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ച് കാല് നീട്ടിയിരിക്കുമ്പോഴാണ് അമ്പരപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുക. ചിലപ്പോൾ കിടുങ്ങിപ്പോകും. നമ്മളെ കാലിൽ ചോര കുടിച്ച് വീർത്ത് കറുത്ത് വികൃത രൂപമായിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഞാഴ്ന്ന് കിടന്ന് ആടുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അമ്പരന്ന് പോകുന്ന വിധത്തിൽ ഒന്നും കാണാനുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കാലിൽ നിന്നും കുടുകുടാ ചോര ഒഴുകുന്നുണ്ടാവും. എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അമ്പരന്ന് പോകും. അതുകൊണ്ട് തന്നെ അട്ടയുമായിട്ടുള്ള സമ്പർക്കത്തിൽപ്പെട്ട ആദ്യാനുഭവത്തിൽ ഒരുവിധം എല്ലാവരും ഞെട്ടിപ്പോകും. അതായത് ഇവ കടിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, വേദനയില്ല, ഒന്നുമില്ല. ചോര കുടിച്ച് വീർത്ത് അതിങ്ങനെ ഞാഴ്ന്ന് കിടന്ന് ആടുമ്പോഴൊക്കെയാണ് പലപ്പോഴും നമ്മൾ അറിയുക നമ്മുടെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ശരിക്കും അയ്യോ എന്ന് പറഞ്ഞു പോകും. പിന്നെയുള്ളൊരു കാര്യം, അട്ട ചോര കുടിച്ച് വയറ് വീർത്ത് പിടിവിട്ട് ഒഴിഞ്ഞു പോയാലും അവിടെ നിന്ന് പിന്നെയും കുറേ സമയം കൂടി രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. കാരണം അവയുടെ ഉമിനീരിൽ ഹിറുഡിൻ എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ആയിട്ടുള്ള ഒരു വസ്തു കൂടി ഉണ്ട്. അത് ഈ കടിയുടെ ഇടയിൽ ആദ്യം അവിടെയൊക്കെ പൂശി വെക്കുന്നുണ്ട്. രക്തക്കുഴലിൽ നിന്നും ഒട്ടും രക്തം കട്ടകെട്ടാതെ തുടർച്ചയായിട്ട് ഗുളുഗുളുഗുള എന്ന് ഇവയുടെ വയറ്റിലേക്ക് രക്തം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണിത്. ഈ അട്ടകൾ ചോര അന്വേഷിച്ചിട്ട് ഇങ്ങനെ വളരെ ദൂരമൊന്നും സഞ്ചരിക്കുകയൊന്നും ചെയ്യില്ല. ചോര കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർ കാത്തു കിടക്കുകയാണ് ചെയ്യുക. ഹെമിഡിപ്സെ വിഭാഗത്തിലൊക്കെ പെട്ടിരുന്ന നൂലട്ടകളൊക്കെ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള വഴികളിലൊക്കെ ഇലകളിൽ ഇങ്ങനെ പിന്നറ്റം കുത്തി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ സാന്നിധ്യം അറിയുമ്പോഴേക്ക് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ചൂടൊക്കെ തിരിച്ചറിയാനുള്ള ഗ്രാഹികൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാന്നിധ്യം എത്തുന്നു എന്നറിയുമ്പോൾ റെഡിയായിട്ട്, ചോര കുടിക്കാൻ റെഡിയായിട്ട് ഇവരിങ്ങനെ പുറച്ച് നിൽക്കുന്നുണ്ടാവും. തൊട്ടടുത്തെത്തുമ്പോൾ ചിലപ്പോൾ ഇവർ ശരീരം വില്ല് പോലെയാക്കിയിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ തെറിച്ച് ശരീരത്തിലേക്ക് വരുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ദേഹത്ത് എവിടെയെങ്കിലും വന്ന് വീണാൽ അത് വസ്ത്രമില്ലാത്ത സ്ഥലങ്ങളിൽ, ചിലപ്പോൾ കഴുത്ത് അതേപോലെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ കടിയായി കുടിയായി നമ്മളൊന്നും അറിയുകയും ചെയ്യില്ല. ഹിറുഡിന ഓർഡറിൽ ഹിറുഡിനെ എന്ന ക്ലാസ്സിൽ 4 ഇനം കുളട്ടകളാണ് ഉള്ളത്. ഹിറുഡിനേരിയ ഗ്രാനുലോസ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന കുളയട്ട. ഇന്ത്യൻ കാറ്റിൽ ലീച്ച് എന്നും അതിന് പേരുണ്ട്. ഹിറുഡിനേറിയ വിറിഡിക്സ്, ഹിറുഡിനേറിയ ജവാനിക്ക, ഹിറുഡിനേറിയ മെനിലിൻസിസ് എന്നിവയാണ് മറ്റു 3 ഇനം കുളയട്ടകൾ. ലോകത്തെങ്ങുമായിട്ട് അട്ടകളുടെ 600-ലധികം സ്പീഷീസുകളുണ്ട്.
ഇവർക്കൊക്കെ അപൂർവമായിട്ടേ മനുഷ്യരുടെ ചോര കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ എങ്കിലും മത്സ്യങ്ങൾ, തവളകൾ, ആമകൾ, കന്നുകാലികൾ, കാട്ടുമൃഗങ്ങൾ ഇവയുടെയൊക്കെ ചോര കുടിക്കാൻ ഇവർക്ക് പലപ്പോഴും അവസരം ലഭിക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ തൊലിപ്പുറത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവയുടെ വദനഭാഗം കൊണ്ട് കടിച്ചു മുറിച്ച് രക്തത്തിലെത്തും. ഉടനെ തന്നെ അവയുടെ ഉമിനീരിലുള്ള ഹിറുഡിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അവിടെ തൂവി വെക്കുകയാണല്ലോ ചെയ്യുക. അതോടുകൂടിയിട്ടാണ് രക്തം കട്ടകെട്ടാതെ ഇവർക്ക് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ അവിടെ ചെറിയ മരവിപ്പും അനസ്തീഷ്യയും ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ, രക്തക്കുഴലുകൾ വികസിക്കാനുള്ള ഘടകങ്ങൾ, അങ്ങനെയാകുമ്പോൾ തുടർച്ചയായിട്ട് രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും കൂടുതൽ അളവിൽ. ഇതൊക്കെ കൂടി ഇവയുടെ ഉമിനീരിലുണ്ട്. ഇങ്ങനെ തടസ്സമില്ലാതെ രക്തം ഒഴുകി ഒഴുകി വരുമ്പോൾ വേഗത്തിൽ തന്നെ അവർക്ക് അവരുടെ വയറ് നിറച്ച് ഒഴിഞ്ഞു പോകാനും പറ്റും. പെട്ടെന്ന് നമ്മൾ കരുതുക ഇവയുടെ ശരീരത്തിൻ്റെ ഉള്ളുഭാഗം ഒരു പൊള്ളയായിട്ടുള്ള സഞ്ചി പോലെയാണ്, അതിലേക്ക് വായ തുറന്ന് ചോര മുഴുവൻ നിറച്ച് വീർത്ത് വരുന്നു എന്നാണല്ലോ. അങ്ങനെയല്ല. അനലിഡുകളുടെ ആന്തരിക ശരീരത്തിൻ്റെ സ്വഭാവമേയല്ല അട്ടകളുടെ ശരീരത്തിനുള്ളത്. അവയുടെയൊക്കെ പലപ്പോഴും ഉള്ളുഭാഗം പൊള്ളയായിട്ട് അവിടെ മുഴുവൻ രക്തസമാനമായിട്ടുള്ള ഒരു ദ്രാവകം നിറഞ്ഞു കിടക്കുകയും അതിൽ ആന്തരിക അവയവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുക. എന്നാൽ അട്ടകളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ ഭാഗങ്ങളില്ല. ചുറ്റായിട്ടും നീളത്തിലും ഡയഗണലുമായിട്ടുള്ള മസിൽ ഫൈബറുകളാണ് ഇവരുടെ ശരീരം മുഴുവൻ. പൊള്ളയായ ശരീരത്തിന് പകരം നീളത്തിൽ 4 ചാനലുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നല്ല ഇലാസ്റ്റികതയുള്ളതാണ് ഇവയുടെ ഈ ഭാഗം മുഴുവൻ. ബാക്കി ആന്തരിക ഭാഗങ്ങൾ മുഴുവൻ ബോട്രിയോയിഡൽ ടിഷ്യൂകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ശരീരമായതിനാൽ തന്നെ അട്ടകൾക്ക് ശരീരം വളക്കാനും പുളക്കാനും തിരിക്കാനും മറിക്കാനും വലിക്കാനും ചുരുട്ടാനും ഒക്കെ വളരെ എളുപ്പമാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരമാണ് അട്ടകളുടേത്. അട്ടകളുടെ ശരീരം 33 ഖണ്ഡങ്ങളുള്ളതായിരിക്കും സാധാരണഗതിയിൽ. പക്ഷെ അത് മറച്ചുകൊണ്ട് മുകളിൽ വേറെയും സെഗ്മെൻറ്റുകളായിട്ട് ഇവ വിഭജിക്കപ്പെട്ടിട്ടുണ്ടാകും, റിങ്ങുകൾ പോലെ. അതുകൊണ്ട് പുറമെ കാണുമ്പോൾ 102ഓളം സെഗ്മെൻറ്റുകൾ നമ്മൾ കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് 33 സെഗ്മെൻറ്റുകളേ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള ആന്തരിക ഖണ്ഡങ്ങളിൽ 5 ഖണ്ഡങ്ങളെയാണ് തല എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത്. ആ ഓരോ സെഗ്മെൻറ്റുകളിലും ഓരോ ജോഡി ഓസിലികൾ എന്ന് വിളിക്കുന്ന കണ്ണുകളുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണ് എന്ന് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പ്രകാശത്തിൻ്റെ തീവ്രതാ വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് സഹായിക്കുന്നത് ഈ ഓസിലികളാണ്. സ്വന്തം ശരീരഭാഗത്തിൻ്റെ 10 ഇരട്ടിയോളം ഭാരം രക്തം ഉള്ളിൽ നിറച്ച് ബലൂണ് പോലെ വീർത്ത് ഗുണ്ടപ്പന്മാരാകാൻ വേണ്ടിയിട്ട് അട്ടകൾക്ക് പറ്റും. ഈ കുടിച്ച ചോര മുഴുവൻ ഒറ്റയടിക്ക് ദഹിപ്പിക്കുകയല്ല ഇവർ ചെയ്യുക. അടുത്ത രക്തപാനോത്സവം എപ്പോഴാണ് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയുമില്ല. അത്രയും കാലം ജീവിച്ച് അത്രയും കാലം ഇണചേർന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ കുടിച്ച രക്തത്തെ കുറേശ്ശെയായിട്ട് ദഹിപ്പിച്ച് മാത്രമേ ഇവ ഉപയോഗിക്കുകയുള്ളൂ. അതിന് പറ്റുന്ന വിധത്തിലാണ് അട്ടകളുടെ ദഹന സംവിധാനം. കുടിച്ച ചോര മുഴുവൻ ശരീരത്തിനുള്ളിലെ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സഞ്ചിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ വിഘടിപ്പിച്ച് വേർതിരിച്ചുണ്ടാക്കുന്ന ഗ്ലോബിൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇവ യഥാർത്ഥത്തിൽ പോഷകമായിട്ട് ഉപയോഗിക്കുന്നത്. രക്തപ്ലാസ്മയിലെ ജലാംശമൊക്കെ അട്ടയുടെ ശരീരം ആഗിരണം ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളത് ഒരു കുഴമ്പ് പോലെ കൊഴുത്ത് കിടക്കുകയാണ് ചെയ്യുക, കട്ടിയിൽ. അപ്പോഴും ഒരു പ്രാവശ്യം വയറ് നിറച്ചാൽ അത് മുഴുവൻ ദഹിപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരട്ട 10 മുതൽ 14 മാസം വരെ സമയമെടുക്കും. അപ്പോൾ ഒരു ശാപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തോളം വേറെ ഭക്ഷണമൊന്നും വേണ്ട എന്നർത്ഥം. അതുവരെ കുശിയാണ് ജീവിതം. ചോര കുടിക്കാതെയൊക്കെ അവസ്ഥയിൽ ഇവയെ കണ്ടു കഴിഞ്ഞാൽ വെറും പുഴുവിനെ പോലെ മാത്രമായിരിക്കും തോന്നുക എന്ന് പറഞ്ഞല്ലോ. തലഭാഗം കൂർത്തും പുറകോട്ട് വരുംതോറും വിസ്താരം കൂടിയതുമായിട്ടുള്ളതാണ് ഇവരുടെ ശരീരരൂപം. 2 അഗ്രങ്ങളിൽ ഒട്ടിച്ചു നിൽക്കാനുള്ള സക്രുകൾ പോലെയുള്ള അവയവങ്ങളുണ്ട്. എങ്കിലും മുൻഭാഗത്തുള്ളതിലാണ് അവയുടെ വദനഭാഗം എന്ന് പറയാവുന്ന വിധത്തിൽ കടിച്ചു മുറിക്കാനൊക്കെ സഹായിക്കുന്ന ഭാഗമുള്ളത്. പുറകുവശത്തുള്ളത് വെറും സക്കർ മാത്രമാണ്. 5 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വിവിധ തരം അട്ടകളുണ്ട്. എത്ര നീളമായാലും ഇവയുടെയൊക്കെ ശരീരത്തിന് 33 ഖണ്ഡങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ പുറമേ നിന്ന് നമുക്ക് എണ്ണുമ്പോൾ അത് 100-ലധികം ഖണ്ഡങ്ങളായിട്ടാണ് തോന്നുകയും ചെയ്യുക. ഈ ബാഹ്യവലയങ്ങളും അവയുടെ നിറവും പാറ്റേണുകളും ഒക്കെ കൂടിയിട്ട് യഥാർത്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ അട്ടകളുടെ ശരീരവും വളരെ മനോഹരം തന്നെയാണ്. ഇവയുടെ സഞ്ചാരവും വളരെ കൗതുകകരമാണ്. മുന്നിലെ സക്കറിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ചുറ്റും നിരീക്ഷിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് അമർത്തി വെച്ച് പുറകുവശം ഊരി അടുത്തേക്ക് വലിച്ച് നീട്ടി അതിൻ്റെ ശേഷം വീണ്ടും തല ഉയർത്തി മുന്നോട്ട് എവിടെയെങ്കിലും ഉറപ്പിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വലിഞ്ഞും ചുരുങ്ങിയും വളരെ രസകരമായിട്ടുള്ള താളത്തിലാണ് ഇവയുടെ കരയിലെ സഞ്ചാരം. എന്നാൽ വെള്ളത്തിൽ ഇവർ നല്ല നീന്തൽക്കാരുമാണ്. അട്ടകളുടെ പ്രത്യുത്പാദന രീതിയും വളരെ കൗതുകകരമാണ്. അട്ടകളിൽ ആണും പെണ്ണുമില്ല. അട്ടകൾ ഒരേ സമയം ആണും പെണ്ണുമാണ്. ഹെർമാഫ്രോഡൈറ്റിസം എന്നാണ് അതിന് പറയുക. ആൺ പെൺ ലൈംഗിക അവയവങ്ങൾ ഒരേ ജീവിയിൽ തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള ജീവികൾക്ക് ഹെർമാഫ്രോഡൈറ്റ്സുകൾ എന്നാണ് പറയുക. അതിൽപ്പെട്ടവരാണ് അട്ടകളും മണ്ണിരകളുമൊക്കെ. എന്നാൽ ഇവയുടെ ശരീരത്തിലെ തന്നെ ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും പരസ്പരം ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകില്ല. അവ ഒരിക്കലും സങ്കലനം ചെയ്യപ്പെടുകയില്ല. ഇവ ഇണചേർന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ടാക്കുന്നത്.
ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ ചില പ്രണയചേഷ്ടകളൊക്കെ ഇവരും പ്രകടിപ്പിക്കും. ഇണ എന്ന് പറയുമ്പോൾ ഇവരെ പോലെ തന്നെ ആണും പെണ്ണുമായിട്ടുള്ള വേറൊരു അട്ട. ഇവയുടെ ഖണ്ഡങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവയുടെ പുരുഷ അവയവവും സ്ത്രൈണ അവയവവും ഉണ്ടാകുക. അപ്പോൾ ഇണചേരുന്ന സമയത്ത് അട്ടകൾ പരസ്പര വിരുദ്ധ ദിശകളിലേക്ക് ചേർന്ന് നിൽക്കുകയും അപ്പോൾ ഒരു അട്ടയുടെ പുരുഷ ലൈംഗികാവയവം മറ്റേ അട്ടയുടെ സ്ത്രൈണ സ്വീകരണിക്ക് നേരെ കറക്റ്റായിട്ട് വരികയും അങ്ങനെ രണ്ട് അട്ടകളും അങ്ങോട്ടും ഇങ്ങോട്ടും ബീജം കൈമാറ്റം ചെയ്യുകയും ആണ് ചെയ്യുക. ബീജസംയോജനത്തിന് ശേഷം ഫെർട്ടൈലായിട്ടുള്ള മുട്ടകൾ ഒരു കൊക്കൂണിനുള്ളിൽ ശേഖരിച്ചു വെക്കുകയും അവയിൽ നിന്നും അവ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യും. വിരിഞ്ഞിറങ്ങുന്ന അട്ടകൾ ഉടനെ തന്നെ രക്താന്വേഷണ യാത്രകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അട്ടകൾക്ക് അത്ര നല്ല കാലമൊന്നുമല്ല, എല്ലാവർക്കും അതിനോട് അറപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ്. എന്നാൽ അട്ടകൾക്കൊരു സുവർണ്ണ കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നൂറ്റാണ്ടുകളോളം മനുഷ്യരുടെ ചികിത്സാ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അട്ട. ലോകത്തെങ്ങുമായിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന ചികിത്സാ രീതികൾ തമ്മിൽ പല സാമ്യങ്ങളുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ചികിത്സാ രീതികൾ പ്രചരിക്കപ്പെട്ടത്. നമ്മൾ ആയുർവേദത്തിന് സമാനമായിട്ടുള്ള ചികിത്സാ രീതികൾ വേറെയും രാജ്യങ്ങളിലുണ്ടായിരുന്നു. പൗരാണിക ഗ്രീസിലും റോമിലും മെസപ്പൊട്ടോമിയയിലും ഒക്കെ പലതരത്തിലുള്ള ചികിത്സകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടല്ലോ. അന്ന് നമുക്ക് രോഗാണുക്കളെ പറ്റിയിട്ടുള്ള യാതൊരു ധാരണയും ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരശാസ്ത്രത്തെ പറ്റിയിട്ടും പരിമിതമായിട്ടുള്ള അറിവുകളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അവയുടെ ചികിത്സ എന്നതൊക്കെ വളരെ പ്രാകൃതം തന്നെയായിരുന്നു. അന്ന് പലയിടങ്ങളിലുമായിട്ട് നിലനിന്നിരുന്ന ഒരു ചിന്താ പദ്ധതിയായിരുന്നു ഹ്യൂമറിസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് രോഗങ്ങൾ വരുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ചില ആന്തരിക ദ്രാവകങ്ങളുടെ സന്തുലനത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ് എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. അതിൽ പ്രധാനമായിട്ടുള്ള രക്തം തന്നെ, പിന്നെ കഫം, കറുത്ത പിത്തരസം, മഞ്ഞപ്പിത്തരസം, ഈ 4 ദ്രാവകങ്ങളുടെ സന്തുലനത്തിൽ വരുന്ന വ്യത്യാസമാണ് പല രോഗങ്ങൾക്കും കാരണം എന്നായിരുന്നു അന്നൊക്കെ വിശ്വസിച്ചിരുന്നത്. ഈ ദ്രാവകങ്ങൾക്ക് ഹ്യൂമർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ആശയം പല രൂപത്തിൽ ലോകത്തിലെ പല ചികിത്സാ പദ്ധതികളിലും വരുന്നുണ്ട്. ആയുർവേദത്തിലെ ത്രിദോഷ സിദ്ധാന്തവും ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഹ്യൂമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തത്തിൻ്റെ അളവിനെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ കുറയും എന്നുള്ളതായിരുന്നു അന്നുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള വിശ്വാസം. അതായത് വളരെ കാലം ശാസ്ത്രീയമായിട്ട് കണക്കാക്കിയിരുന്നത് ഇതായിരുന്നു. ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള രക്തത്തെ ഊറ്റിക്കളയുക, ബ്ലഡ് ലെറ്റിംഗ് ചെയ്യുകയാണ് പല രോഗങ്ങളും മാറാനുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന്. AD 129 മുതൽ 216 വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഗ്രീക്ക് ഫിസിഷ്യനും സർജനും അതുപോലെ ഫിലോസഫറും ഒക്കെ ആയിട്ടുള്ള ഗാലൻ കരുതിയിരുന്നത് ഈ 4 ശരീരദ്രാവകങ്ങളിലെ അസന്തുലനമാണ് പല രോഗങ്ങൾക്കും കാരണം എന്ന് തന്നെയാണ്. അദ്ദേഹം പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഗാലൻ്റെ ശേഷവും പിന്നീടുള്ള 1300-1500 വർഷത്തോളം പല മെഡിക്കൽ സ്കൂളുകളിലും വളരെ ആധികാരികമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇത്രയും നീണ്ട കാലയളവിൽ മുഴുവൻ ചികിത്സകൾക്കായിട്ട് രക്തം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ധമനികളൊക്കെ മുറിച്ചുകൊണ്ട് രക്തം കളയുന്നത് പോലെ തന്നെ അട്ടകളെ ഉപയോഗിച്ചുകൊണ്ട് രക്തം നീക്കം ചെയ്യുന്ന ചികിത്സയായിരുന്നു പ്രബലമായിട്ടുണ്ടായിരുന്നത്. പ്ലീനി, അവിസിന്ന തുടങ്ങിയവരൊക്കെ ഈ അട്ടകളെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകളെ നന്നായിട്ട് പ്രകീർത്തിച്ചിട്ടുമുണ്ട്. അതായത് ഈ ചികിത്സ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കഴിഞ്ഞ 2000-2500 വർഷത്തോളം നിലനിന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്നു പോകും. മൈക്രോസ്കോപ്പുകളുടെ കണ്ടുപിടുത്തം, സൂക്ഷ്മാണുക്കളെ കണ്ടെത്തുന്നത്, ബാക്ടീരിയകളെ കണ്ടെത്തുന്നത്, ഇവയാണ് രോഗങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ വളരെ വൈകിട്ടാണ്. എങ്കിൽ പോലും അവയെ കണ്ടെത്തിയതിൻ്റെ ശേഷവും ഈ ചികിത്സ തന്നെ പിന്തുടർന്ന ഡോക്ടർമാരുണ്ട്. അത്രമാത്രം പ്രബലമായിരുന്നു ഹ്യൂമറിസത്തിൻ്റെ സ്വാധീനം ഡോക്ടർമാരുടെ ഇടയിൽ. എങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്ക് തന്നെ അട്ടയിലുള്ള വിശ്വാസം ഈ മെഡിക്കൽ രംഗത്ത് വളരെ നന്നായിട്ട് കുറഞ്ഞു വന്നു. സുശ്രുതൻ്റെ കാലം മുതലേ ഭാരതത്തിൽ ഇത് ചികിത്സാ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇസ്ലാമിക് മെഡിസിനിലും ഒക്കെ ഇത്തരത്തിലുള്ള ബ്ലഡ് ലെറ്റിങ് വളരെ കാലം കൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് ശാസ്ത്രീയ ചികിത്സയായിട്ട് കൊണ്ടാടപ്പെട്ടിരുന്ന അലോപ്പതി എന്ന് പറയുന്ന ചികിത്സയുണ്ട്. ഹനുമാനെ പോലെയുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരാണ് മറ്റ് ചികിത്സ എന്ന അർത്ഥത്തിൽ അലോപ്പതി എന്നുള്ള ഒരു പേര് കൊടുത്തത്. ആ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രീയ ചികിത്സയായിട്ടായിരുന്നല്ലോ അലോപ്പതിയെ കണക്കാക്കിയിരുന്നത്. അതിലും ബ്ലഡ് ലെറ്റിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയായിരുന്നു. പലപ്പോഴും ഈ ചികിത്സകൾ ക്രൂരവും കൂടിയായിരുന്നു. അട്ടകളെ കൊണ്ട് കടിപ്പിച്ചിട്ട് രോഗി അബോധാവസ്ഥയിലേക്ക് മറയുന്നത് വരെ ഇങ്ങനെ ചോര ഊറ്റിക്കളയുകയായിരുന്നു അന്നത്തെയൊക്കെ ചികിത്സാ രീതി. ഒരേ സമയം 50 അട്ടകളെ കൊണ്ടൊക്കെ കടിപ്പിക്കുക എന്നുള്ളതായിരുന്നു സാധാരണയായിട്ട് നിർദ്ദേശിക്കപ്പെടുക. ഹാർവി രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തുകയും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആകെയുള്ള രക്തത്തിൻ്റെ അളവൊക്കെ കണക്കാക്കുകയും ഒക്കെ ചെയ്തിട്ടും ഈ രക്തം പുറത്തേക്ക് കളയുന്ന ചികിത്സ നമ്മൾ നിർത്തിയിട്ടേ ഇല്ല. അന്നത്തെ ബ്രിട്ടീഷ് മെഡിക്കൽ പഠന പുസ്തകങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ട് പല രോഗങ്ങൾക്കുള്ള ചികിത്സയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത് ബ്ലഡ് ലെറ്റിംഗ് തന്നെയായിരുന്നു. ക്യാൻസർ, കോളറ, ആസ്മ, പ്രമേഹം
അപസ്മാരം, ഭ്രാന്ത്, ടെറ്റനസ്, മഞ്ഞപ്പിത്തം, പ്ലേഗ്, ഗാംഗ്രീൻ, വസൂരി, ക്ഷയം, പക്ഷാഘാതം തുടങ്ങിയ ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും ചികിത്സയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ബ്ലഡ് ലെറ്റിംഗ് തന്നെയാണ്. മാസമുറയിൽ അമിതമായിട്ട് രക്തം പോകുന്നത് പോലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് രക്തം നീക്കം ചെയ്യുകയായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം, അവയവങ്ങൾ ആംബ്യൂട്ടി ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിയ രോഗികളിൽ നിന്നും സർജന്മാർ ഓപ്പറേഷന് മുമ്പ് ആ അവയവത്തിലേക്ക് എത്രമാത്രം രക്തമായിരുന്നോ സഞ്ചരിച്ചുകൊണ്ടിരുന്നതിൻ്റെ അത്രയും അളവ് രക്തം സർജറിക്ക് മുമ്പ് തന്നെ നീക്കം ചെയ്യുന്നതായിരുന്നു രീതി. അതുപോലെ രക്തം ഇടക്കിടക്ക് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത് ഹാർട്ട് അറ്റാക്ക് തടയുമെന്ന് വിശ്വസിച്ചിരുന്നു. അതായത് എത്രയോ നൂറ്റാണ്ടുകൾ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഏത് തരം രോഗത്തിനുമുള്ള ചികിത്സയായിട്ട് കണക്കാക്കിയിരുന്നത് ഇത്തരത്തിലുള്ള രക്തം ഒഴുക്കിക്കളയലായിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോർജ് വാഷിങ്ടൺ 1799 മരിച്ചത് പ്രധാനപ്പെട്ട രോഗമൊന്നും വന്നിട്ടല്ല. അദ്ദേഹത്തിൻ്റെ തൊണ്ടവേദന, ഒരു സോർ ത്രോട്ട് എന്ന് പറയുന്ന സാധാരണമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നതിനെ തുടർന്നായിരുന്നു അദ്ദേഹം മരിച്ചുപോയത്. അന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വളരെ അധികം അളവ് രക്തം ഊറ്റിക്കളയുക എന്നുള്ളതായിരുന്നു. 10 മണിക്കൂർ കൊണ്ട് പ്രസിഡന്റിൻ്റെ ശരീരത്തിൽ നിന്നും 3.25 ലിറ്റർ രക്തം ഊറ്റിക്കളഞ്ഞു ആ ഡോക്ടർമാർ. അങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് മരിച്ചത്. മോഡേൺ മെഡിസിൻ്റെ പിതാവായിട്ട് പോലും കണക്കാക്കപ്പെടുന്ന വില്യം മോസ്ലർ ഹ്യൂമറിസത്തിൻ്റെ വലിയൊരു പ്രചാരകനായിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജോൺസ് ഹോപ്കിൻസ് ആശുപത്രിയൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള ദ പ്രിൻസിപ്പിൾ ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്തെങ്ങുമുള്ള മെഡിക്കൽ പഠന ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൻ്റെ 1923 എഡിഷനിൽ പോലും ഇത്തരത്തിൽ ബ്ലഡ് ലെറ്റിംഗ് പല രോഗങ്ങൾക്കും ഉള്ള ചികിത്സയായിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ നൂറ്റാണ്ടുകൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ലെറ്റിംഗ് ചികിത്സയായിരുന്നു ലോകം മുഴുവൻ നിലനിന്നിരുന്നത്. അക്കാലത്തൊക്കെയും രക്തക്കുഴലുകൾ മുറിച്ച് രക്തം ഊറ്റിക്കളയുന്നത് പോലെ തന്നെ പ്രധാനമായിരുന്നു അട്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നുള്ള രക്തത്തെ നീക്കം ചെയ്യുക എന്നുള്ള ഒരു രീതി. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു വലിയ കാലം മുഴുവനും ലോകത്തെങ്ങുമുള്ള ആശുപത്രികളിലെ പ്രധാന ചികിത്സക്ക് വേണ്ടത് ഈ അട്ടകളായിരുന്നു. ഹിർഡോ മെഡിസിനാലിസ് എന്ന ഇനം അട്ടകളെയായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത്. അതിലെ മെഡിസിനാലിസ് എന്ന് പറയുന്ന സ്പീഷീസ് നാമം തന്നെ സൂചിപ്പിക്കുന്നത് ഇവ ഈ ഒരു മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരം അട്ടകൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ അട്ടകളെ ശേഖരിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലായി മാറി. അവയുടെ കയറ്റുമതി, ഇറക്കുമതി, അവയുടെ വിതരണം, ശേഖരണം, സംഭരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സായിട്ട് മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അട്ടകളെ കൊണ്ട് കടിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ലളിതമാണെങ്കിലും അത് ചിലവേറിയ ഒരു പണിയായിരുന്നു. 50ഓളം അട്ടകളെ വെച്ചിട്ട് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ചികിത്സിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ അട്ടക്കും 5 പെന്നിയൊക്കെ അന്ന് വിലയുണ്ടായിരുന്നു. അപ്പോൾ അട്ടകളുടെ ഡിമാൻഡ് മൂലം തന്നെ ഈ ചികിത്സാ ആവശ്യത്തിനായിട്ടുള്ള മരുന്ന് ഇറക്കുമതി ചെയ്യുന്നത് പോലെ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പോലെ അവയുടെ ഇറക്കുമതിക്കും കുത്തക വിതരണ അവകാശത്തിനും ഒക്കെ വേണ്ടി വലിയ സംഘർഷങ്ങളും വരെ മത്സരങ്ങളും വരെ നടന്നിരുന്നു. അമിതമായിട്ട് ഇത്തരത്തിലുള്ള അട്ടകളെ ശേഖരിക്കുന്നത് വഴി അയർലൻഡിലൊക്കെ അട്ടകൾ കുലം കുത്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിപ്പോയി. വളരെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ സങ്കടങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് കവികൾ പലപ്പോഴും അട്ട ശേഖരിക്കുന്നവരെ പറ്റിയിട്ട്, അട്ടപിടുത്തക്കാരെ പറ്റിയിട്ടും കൂടി കവിതകൾ എഴുതിയിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്ത് ഇത്തരത്തിലുള്ള അട്ടശേഖരക്കാരെ പറ്റിയിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും അമ്പരന്ന് പോകുന്ന ഒരു കണക്കുണ്ട്. 1863 ലണ്ടനിലെ ആശുപത്രികളിലേക്ക് മാത്രമായിട്ട് 70 ലക്ഷം അട്ടകളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അട്ടകളുടെ ഡിമാൻഡ് കൂടിയതോട് കൂടിയിട്ട് അട്ടകൃഷി വ്യാവസായികമായിട്ട് ആരംഭിക്കാൻ തുടങ്ങി. ഹിറുഡിക്കൾച്ചർ എന്നാണ് അതിന് പേര്. രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആശുപത്രികളിലൊക്കെ അട്ടകളെ ധാരാളമായിട്ട് ശേഖരിച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ജലഭരണികൾ നിരത്തി വെക്കാൻ തുടങ്ങി. എങ്കിലും ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മ രോഗാണുക്കളെയും കണ്ടെത്തുന്നതോട് കൂടിയിട്ട് അട്ടകളുടെ ഒരു സുവർണകാലം പതുക്കെ അസ്തമിച്ചു. പക്ഷെ എന്നാലും ഇന്ത്യയെ പോലെയും കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ അട്ട ചികിത്സ നടത്തുന്നുണ്ട്. വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങൾക്കും അതുപോലെ ചില വാതരോഗങ്ങൾക്കൊക്കെ ഇത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അട്ടകളെ കൊണ്ട് കടിപ്പിക്കുന്ന ചികിത്സ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അട്ടകളിലെ ഹിറുഡിൻ വേർതിരിച്ചെടുത്തിട്ട് അതിൻ്റെ ആൻറ്റികോയാഗലൻ്റ് ഗുണം മറ്റ് ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ചിലതരം പ്ലാസ്റ്റിക് സർജറികളിലും മൈക്രോ സർജറികളിലും ഉള്ളിൽ ലീക്കാകുന്ന രക്തത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് അട്ടകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അട്ടകളുടെ ഗട്ടിലൊക്കെയുള്ള പലതരത്തിലുള്ള രോഗാണുക്കളുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇപ്പോഴധികമായിട്ടൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല.
പശ്ചിമഘട്ട കാടുകളിലൂടെ ഒക്കെ മഴക്കാലത്ത് വനയാത്ര നടത്തിയവർക്കൊക്കെ അട്ടകടി കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ കാലിലൊക്കെ കടിച്ചു പിടിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന അട്ടയെ നമ്മൾ തൊട്ടാലും പഴിച്ചാലും ഒന്നും അവ പിടിപിടില്ല. ഞാൻ കുടിച്ച് തീർത്തേ പോകൂ എന്നുള്ള വാശിയിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവയെ കുടിക്കാൻ അനുവദിച്ചാൽ അവ വയറ് നിറച്ചു കഴിഞ്ഞാൽ പിടിവിട്ട് വളരെ സാധുവായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇവ തൊട്ടു മുമ്പേ കഴിച്ച രക്തത്തിലെ പ്രോട്ടോസോവകൾ, ബാക്ടീരിയകൾ, വൈറസുകളും ഒക്കെ ചിലപ്പോൾ ഇവയുടെ വായിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവ കടിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ട് രോഗാണുബാധ നമുക്കും ലഭിക്കാം. എങ്കിലും വളരെ വളരെ അപൂർവമായിട്ടേ അട്ടകളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇവരുടെ കടി മൂലം പലർക്കും ചെറിയ അലർജിക്ക് റിയാക്ഷനുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. കടിച്ചവ പിടിവിട്ട് പോയതിൻ്റെ ശേഷം കുറച്ച് കഴിയുമ്പോൾ അതിന് ചുറ്റും വലിയ ചൊറിച്ചലും അസ്വസ്ഥതയും തിണർപ്പും ഒക്കെ ചിലർക്ക് കാണും. എങ്കിലും അപൂർവമായിട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള അനോഫിലാറ്റിക് റിയാക്ഷനുകൾ ഉണ്ടാകുന്നവരുമുണ്ട്. എന്തൊക്കെയായാലും അട്ടകളുടെ കടിയോ അവ കുടിക്കുന്ന ചോരയോ ഒന്നുമല്ല പ്രശ്നം. അവ നമ്മളെ കടിക്കുന്നു എന്നുള്ള അറിവാണ് നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുക. എന്നാലും നമ്മുടെ കാടുകളിലൂടെയുള്ള 2-3 യാത്രകളിൽ അത്യാവശ്യം കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഭയവും വെറുപ്പും അറപ്പും ഒക്കെ പതിയെ തീരും. അപ്പോൾ അട്ടകടി എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ അട്ടകളി ഒന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ശരിയുമല്ല. എങ്കിലും ചിലപ്പോഴും പാടത്തൊക്കെ കൃഷി ചെയ്യാനൊന്നും അസാധ്യമാകുന്ന വിധത്തിൽ അട്ടകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തെ വെള്ളത്തിൻ്റെ അളവും പ്രദേശത്തിൻ്റെ വിസ്തൃതിയും ഒക്കെ കണക്കാക്കിയിട്ട് ശാസ്ത്രീയമായിട്ട് കോപ്പർ സൾഫേറ്റ് തുരിശൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ മണ്ണിൻ്റെ അസിഡിറ്റിയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് കക്കയൊക്കെ കൂടുതലായിട്ട് മണ്ണിൽ ഉപയോഗിക്കുന്നതും അട്ടകളുടെ പെരുകലിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. വളരെ നനവാർന്നതാണല്ലോ ഇവയുടെ ശരീരം. അതുകൊണ്ട് തന്നെ ഇവയുടെ ദേഹത്ത് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഇവയുടെ ശരീരത്തിനുള്ളിലുള്ള ജലാംശം മുഴുവൻ പുറത്തേക്ക് വരും. നമുക്കറിയാലോ, ഉപ്പിട്ട വെള്ളത്തിൽ മാങ്ങയിട്ട് കഴിഞ്ഞാൽ പുറത്തെ ലവണാംശത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരുന്നതുകൊണ്ടാണല്ലോ മാങ്ങ ചുക്കി ചുളിഞ്ഞു പോകുന്നത്. അതുപോലെ അട്ടകളുടെ ദേഹത്ത് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അപ്പോഴും പുറത്തുള്ള ലവണാംശത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ തന്നെ ആ കോൺസെൻട്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അട്ടയുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ അവ ചത്തുപോകും. അതിനാൽ തന്നെ നമ്മുടെ കാലിലൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്ന അട്ടകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ടാൽ മതി. അതുപോലെ വിനാഗിരി, ഫിനോൾ അടങ്ങിയിരിക്കുന്ന ഡെറ്റോൾ പോലെയുള്ള ദ്രാവകങ്ങൾ, പുകയില ഒക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ചിലർ സിഗരറ്റ് കത്തിച്ചിട്ട് അതിനെ കൊണ്ട് കുത്തി അതിനെ പിടിപിടിപ്പിക്കാറുമുണ്ട്. എന്തായാലും ട്രെക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ രസം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മുൻകൂറായിട്ട് നല്ല ലീച്ച് സോക്സുകൾ ധരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ്. വില കൊടുത്ത് വാങ്ങണമെന്നില്ല. കുറച്ച് കട്ടിയുള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് തുന്നിയിട്ട് നമുക്ക് ലീച്ച് സോക്സുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഞാൻ നോർത്ത് ഈസ്റ്റിലെ കാടുകളിലുള്ള സഞ്ചാരത്തിനിടയിൽ ഉപയോഗിച്ച സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ലീച്ച് സോക്സാണ്. അട്ടയുടെ കണ്ണും ഭൂമിയുടെ പൊക്കിളും എന്നൊക്കെ ആർക്കും കണ്ടെത്താൻ പറ്റാതെ ഇല്ലാതെ ഒരു സാധനമായിട്ടാണല്ലോ എപ്പോഴും ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി. അട്ടക്ക് കണ്ണു കൊടുത്താൽ ഉറിയിൽ കലം വെച്ചുകൂടാ എന്നുള്ള ഒരു പ്രയോഗം കൂടി ഉണ്ടായി. അതായത് അട്ടക്ക് കണ്ണുണ്ടെങ്കിൽ അത് എവിടെയും എത്തിക്കളിയും എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പോഴും നമ്മുടെയൊക്കെ ധാരണ അട്ടകൾക്ക് കണ്ണില്ല എന്ന് തന്നെയാണ്. സത്യത്തിൽ അട്ടകൾക്ക് കണ്ണുണ്ട്. പക്ഷെ നമ്മുടെ ഉണ്ടക്കണ്ണു പോലെയുള്ള വലിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് സഹായിക്കുന്ന തരത്തിലുള്ള കണ്ണല്ല എന്ന് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 5 ഖണ്ഡങ്ങളിൽ ഓരോ ജോഡി ഓസിലികൾ എന്ന് പറയുന്ന പ്രകാശഗ്രാഹി കോശങ്ങളും ഇവർക്കുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ മുന്നിലൂടെ ചലിക്കുന്നതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. അല്ലാതെ വസ്തുവിനെ കാണുകയല്ല ചെയ്യുന്നത്. കുതിരക്ക് കൊമ്പും അട്ടക്ക് കണ്ണും കൊടുക്കാത്തത് വെറുതെ അല്ല എന്നുള്ള ഒരു പ്രയോഗം കൂടി ഭാഷയിലുണ്ട്. സത്യത്തിൽ കുതിരക്ക് കൊമ്പില്ല. കൊമ്പുണ്ടായിരുന്നെങ്കിൽ അത് പലരെയും ആക്രമിക്കുമെന്നായിരുന്നല്ലോ ധ്വനി. പക്ഷേ നമ്മുടെ അട്ടക്ക് കണ്ണുണ്ട്. എന്നിട്ടും ആ പാവം കാര്യമായിട്ട് ഉപദ്രവമൊന്നും നമുക്ക് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മുടെ ചോര കുടിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ കാട്ടിലൂടെയുള്ള മഴക്കാല യാത്രകളിൽ മാത്രമാണ് അട്ടകളെ പറ്റിയിട്ടുള്ള പരാതി പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ജീവിതശൈലിയിലുണ്ടായിരുന്ന മാറ്റവും ഒക്കെ കൊണ്ട് ഇപ്പോഴും വീണ്ടും കേരളത്തിലും പല സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലടക്കം അട്ടകളുടെ സാന്നിധ്യം തിരിച്ചെത്തുന്നതായിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകളുണ്ട്. കൃഷി ലാഭകരമല്ലാത്തതിനാലും തൊഴിലാളികളെ കിട്ടാത്തതിനാലും ഒക്കെ പലപ്പോഴും പല പ്രദേശങ്ങളും വയലുകളും ഒക്കെ തരിശായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇടുകയാണ്. അപ്പോൾ അത്തരം കൃഷി നടക്കാത്ത സ്ഥലങ്ങളിൽ അട്ടകളുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വളരാൻ വളരെ എളുപ്പമാണ്. അതായത് മണ്ണിളക്കുകയോ കൃഷി ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതിനാൽ തന്നെ വലിയ ശല്യമൊന്നും ഇല്ലാത്തതിനാൽ ഇവ എങ്ങനെയെങ്കിലും അതിജീവിച്ചു വരും. കൂടാതെ ഇത്തരം പുല്ല് പിടിച്ച പാഴ്നിലങ്ങളായിട്ട് കണക്കാക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് നമ്മൾ വളർത്തുമൃഗങ്ങളെയൊക്കെ തീറ്റാനൊക്കെ കൊണ്ട് വിടും. അപ്പോൾ അവയുടെയൊക്കെ ചോര ധാരാളമായിട്ട് ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവ പെരുകാനും അങ്ങനെ വളരെ എണ്ണം കൂടാനും കാരണമായിട്ടുണ്ട്. പിന്നീട് അവിടെ കൃഷി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാകുക ആ പ്രദേശത്തൊക്കെ ധാരാളം അട്ടകൾ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ മയിലുകൾ മാത്രമല്ല, അട്ടകളും നമ്മുടെ നാടുകളിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി നിൽക്കുന്നതോട് കൂടിയിട്ട് അട്ടകൾ നമ്മുടെ വീടുകളിലേക്കും തിരിച്ചെത്തും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ,
ഇതുപോലെയുള്ള വളരെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.